വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ ആൻഡ് ടോട്ടൽ എനർജി ലൈൻ എന്ന ടോപ്പിക്കാണ്. സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഈ മൂന്ന് ബ്രാഞ്ചിലും എക്സാം അതുപോലെ അതർ ഹയർ ലെവൽ എക്സാംസിനും ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ ആൻഡ് ടോട്ടൽ എനർജി ലൈനിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫ്ലോയിങ് ഫ്ലൂയിഡിലുള്ള എനർജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം 3 ടൈപ്സ് ഓഫ് എനർജീസ് ആണ് നമ്മുടെ ലിക്വിഡ് ഫ്ലോയിൽ ഉള്ളത്. എന്തൊക്കെയാണ്? നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, പ്രഷർ എനർജി. എന്നാൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എനർജി കൺസെപ്റ്റ് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഹെഡ് കൺസെപ്റ്റാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഹെഡ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ബേസിക് ലെവൽ എക്സാംസിന് വരെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹെഡ്. എനർജി പെർ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ഫ്ലൂയിഡ് വിത്ത് റെസ്പെക്ട് ടു ഡേറ്റം, അതിനെയാണ് ഹെഡ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, പ്രഷർ എനർജി. അപ്പോൾ ഹെഡിൻ്റെ ടേംസിൽ എന്ത് പറയാം? പൊട്ടൻഷ്യൽ ഹെഡ്, കൈനറ്റിക് ഹെഡ്, പ്രഷർ ഹെഡ്. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറഞ്ഞാൽ? പൊട്ടൻഷ്യൽ ഹെഡ് മീൻസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വെയ്റ്റ്. അതുപോലെ തന്നെ കൈനറ്റിക് ഹെഡ് ആകുമ്പോൾ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വെയ്റ്റ്. പ്രഷർ ഹെഡ് ആകുമ്പോൾ പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയ്റ്റ്. ഇനി എന്താണ് പൊട്ടൻഷ്യൽ ഹെഡ്, എന്താണ് കൈനറ്റിക് ഹെഡ്, എന്താണ് പ്രഷർ ഹെഡ് എന്ന് നോക്കാം. നമുക്കറിയാം പ്രഷർ എനർജി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്റ്റാറ്റിക് ബോഡിക്കും കൈനറ്റിക് എനർജി മൂവിങ് ബോഡിക്കുമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുന്ന ഡ്യൂ ടു പൊസിഷൻ എബോവ് സ്യൂട്ടബിൾ ഡേറ്റം ലൈൻ. പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുമ്പോൾ അവിടെ പൊസിഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ കൈനറ്റിക് ഹെഡ് ആവട്ടെ അവിടുത്തെ ഫ്ലോയിങ് ലിക്വിഡിൻ്റെ വെലോസിറ്റി കാരണം ഉണ്ടാവുന്നതാണ് കൈനറ്റിക് ഹെഡ്. അതുപോലെ പ്രഷർ ഹെഡ് എന്ന് പറയുന്ന അവിടെ ഉണ്ടാവുന്ന ലിക്വിഡിൻ്റെ പ്രഷർ കാരണമാണ് പ്രഷർ ഹെഡ്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് ഹെഡാണ്. അതിൻ്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ എക്സ്പ്രഷൻ എങ്ങനെ വന്നു എന്നാണ്. ഫസ്റ്റ്, പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി പെർ വെയിറ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എനർജി അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇസഡ് വന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇവിടെ ഒരു ബോഡി ഇരിക്കുക അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ഇരിക്കുക, അവിടെ വെയിറ്റ് W ഉണ്ട്. അതിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇസഡ് കൊടുക്കുകയാണ്, ഇസഡ് ഡിസ്റ്റൻസ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? എനർജി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു, നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഇവിടെ ഫോഴ്സ് ഏതാണ്? നമ്മുടെ വെയിറ്റ് ആണ്. അപ്പോൾ W, ഡിസ്റ്റൻസ് എത്രയാണ്? ഇസഡ്, W ഇൻറ്റു ഇസഡ്. അങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജിക്ക് W ഇൻറ്റു ഇസഡ് എന്ന് ഇവിടെ വന്നത്. പൊട്ടൻഷ്യൽ ഹെഡ് ആകുമ്പോൾ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വെയ്റ്റ്, വെയ്റ്റ് ഇൻറ്റു ഇസഡ് ബൈ വെയ്റ്റ്. അപ്പോൾ നമുക്ക് കിട്ടും ഇസഡ്, ഇസഡ് എന്ന് കിട്ടി. ഓക്കെ, ആ ഇസഡിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡേറ്റം ഹെഡ് എന്ന് പറയും, അല്ലെങ്കിൽ എലിവേഷൻ ഹെഡ് എന്ന് പറയും. ഇനി അടുത്ത എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് ഹെഡാണ്. കൈനറ്റിക് ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കൈനറ്റിക് എനർജി ഇപ്പോൾ വെയിറ്റ് ആണ്. കൈനറ്റിക് എനർജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ½ mv². അതിനെ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കൈനറ്റിക് ഹെഡ് കിട്ടും. അങ്ങനെ ½ mv² mg കിട്ടുമ്പോൾ നമുക്ക് v²/2g. അങ്ങനെയാണ് കൈനറ്റിക് ഹെഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡിൻ്റെ എക്സ്പ്രഷൻ v²/2g എന്ന് വന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പ്രഷർ ഹെഡായിരുന്നു. പ്രഷർ ഹെഡ് നോട്ട് ചെയ്യാം. നിങ്ങൾ ആക്ച്വലി എക്സ്പ്രഷൻ മാത്രം പഠിച്ചാൽ മതി, അതെങ്ങനെ വന്നു എന്ന് നമ്മൾ നോക്കുന്നതാണ്. പ്രഷർ ഹെഡ് മീൻസ് പ്രഷർ എനർജി പെർ വെയിറ്റ്. പ്രഷർ എനർജി എങ്ങനെയാണ് പ്രഷർ ഇൻറ്റു വോളിയം വന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു എനർജി അല്ലെങ്കിൽ വർക്ക് ടൺ എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, നമ്മുടെ ബേസിക് ഫോർമുല. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. ആ സ്ഥലത്ത് ഫോഴ്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്താണ്? വോളിയം. അപ്പോൾ പ്രഷർ ഇൻറ്റു വോളിയം. അങ്ങനെയാണ് നമ്മുടെ പ്രഷർ എനർജി എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു വോളിയം എന്നിവിടെ വന്നത്. അതിനുശേഷം എന്താണ്? പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു വോളിയം ബൈ വെയ്റ്റ്. വെയ്റ്റ് മീൻസ് W = m × g. g എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അങ്ങനെ വോളിയം ബൈ മാസ് എന്ന് പറയുമ്പോൾ എന്താണ്? വോളിയം ബൈ മാസ് എന്ന് പറയുന്നത് 1/ഡെൻസിറ്റി അല്ലേ? ഡെൻസിറ്റി എന്ന് പറയുന്ന മാസ് ബൈ വോളിയം ആണ്. വോളിയം ബൈ മാസ് എന്ന് പറയുന്ന ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് P/ρg. നമുക്ക് മറ്റൊരു ഇക്വേഷൻ അറിയാം, P = ρgh അല്ലെങ്കിൽ P/ρg അല്ലെങ്കിൽ h. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 ഹെഡിൻ്റെ പേരും അതിൻ്റെ എക്സ്പ്രഷനും പഠിക്കുക.
അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഹെഡ് എന്ന് പറയുന്ന? പൊട്ടൻഷ്യൽ ഹെഡ്, കൈനറ്റിക് ഹെഡ്, പ്രഷർ ഹെഡ്. പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഡേറ്റം വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ആണ്, അതുകൊണ്ട് ഇസഡ്. കൈനറ്റിക് ഹെഡ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി കാരണം v²/2g. പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് p/ρg അല്ലെങ്കിൽ h എന്ന് പറയുന്ന അവിടുത്തെ ഡെപ്ത് ഓഫ് ഫ്ലോ. ഓപ്പൺ ചാനൽ ഫ്ലോയിലാണ് നമ്മൾ മെയിൻലി എച്ച് യൂസ് ചെയ്യുന്നത്, എച്ച് അല്ലെങ്കിൽ വൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഫ്ലോയിൽ പ്രഷറാണ് ഡൊമിനേറ്റ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന p/ρg ആണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മുടെ PSC ലെവൽ എക്സാംസിന് അതർ ടേം ഉണ്ടെങ്കിൽ അതും പഠിച്ചു വെക്കുക. പൊട്ടൻഷ്യൽ ഹെഡിൻ്റെ മറ്റൊരു പേരെന്താണ്? ഡേറ്റം ഹെഡ് അല്ലെങ്കിൽ എലിവേഷൻ ഹെഡ്, ഇസഡ്. കൈനറ്റിക് ഹെഡിൻ്റെ അതർ ടേം വെലോസിറ്റി ഹെഡ്, v²/2g. പ്രഷർ ഹെഡ് p/ρg. അപ്പോൾ നമ്മൾ 3 ഹെഡ് കണ്ടു. ഈ 3 ഹെഡിൻ്റെ സമ്മിനെ നമ്മൾ ടോട്ടൽ ഹെഡ് എന്ന് പറയും. ടോട്ടൽ ഹെഡ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഹെഡ് പ്ലസ് കൈനറ്റിക് ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ്. പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുന്നത് ഇസഡ്, കൈനറ്റിക് ഹെഡ് v²/2g, പ്രഷർ ഹെഡ് p/ρg. അതിനുശേഷം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് പീസോമെട്രിക് ഹെഡ്. എപ്പോഴും A ലെവൽ എക്സാംസിനും ചോദിക്കുന്നതാണ് പീസോമെട്രിക് ഹെഡ്. പീസോമെട്രിക് ഹെഡ് ഈസ് സം ഓഫ് പൊട്ടൻഷ്യൽ ഹെഡ് ആൻഡ് പ്രഷർ ഹെഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡേറ്റം ഹെഡ് ആൻഡ് പ്രഷർ ഹെഡ്, അല്ലെങ്കിൽ എലിവേഷൻ ഹെഡ് ആൻഡ് പ്രഷർ ഹെഡ്, അതായത് ഇസഡ് പ്ലസ് p/ρg. അപ്പോൾ ടോട്ടൽ ഹെഡ് എന്താണെന്നറിയാം, പീസോമെട്രിക് ഹെഡ് വെരി ഇമ്പോർട്ടൻറ്റ്, അതും എന്താണെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ, എന്താണ് ടോട്ടൽ എനർജി ലൈൻ എന്ന്. ആദ്യം നമ്മൾ പഠിച്ച 3 ഹെഡിനെയും ഗ്രാഫിക്കലായിട്ട് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കൊരു ഡേറ്റം ലൈൻ ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പൈപ്പാണ്. ഈ പൈപ്പിൽ സെൻറ്റർ ലൈൻ കൊടുത്തിട്ടുണ്ട്, അതാണ് നമ്മുടെ ആക്സിസ് ഓഫ് പൈപ്പ് എന്ന് പറയുന്നത്. ഇത് സെവറൽ ലൊക്കേഷനിൽ പീസോമീറ്റേഴ്സ് നമ്മുടെ പൈപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. പീസോമീറ്റേഴ്സ് നമ്മുടെ പ്രഷർ ഹെഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റം ഹെഡാണ്. ഡേറ്റം ഹെഡ് എവിടെ മുതലാണ്? നമ്മുടെ റെഫറൻസ് ലൈനായ ഡേറ്റം മുതൽ നമ്മുടെ പൈപ്പിൻ്റെ ഈ സെൻറ്റർ ലൈൻ വരെയാണ്. മാറിപ്പോകരുത്. സെൻട്രൽ ലൈൻ ഓഫ് പൈപ്പ് വരെയാണ് നമ്മുടെ ഇസഡ് പൊട്ടൻഷ്യൽ ഹെഡ് അല്ലെങ്കിൽ എലിവേഷൻ ഹെഡ് അല്ലെങ്കിൽ ഡേറ്റം ഹെഡ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു പീസോമീറ്റേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. ആ പീസോമീറ്റേഴ്സിൻ്റെ വാട്ടർ ലെവലിൻ്റെ ആ ഹൈറ്റ് വരെയാണ് നമ്മുടെ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി ഹെഡ് അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡ് എന്ന് പറയുന്ന, ഇവിടെ ഒരു വെലോസിറ്റി എന്തായാലും ഉണ്ടാവുമല്ലോ ഈ വാട്ടറിന്, അത് വെച്ചിട്ട് ഇവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി ഹെഡ് എന്ന് പറയുന്നത് v²/2g ജസ്റ്റ് കൊടുത്തേക്കുക ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് വേണ്ടി. ഈ 3 ഹെഡ് എന്ത് പറയുന്ന ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ 2 ഹെഡിനെയും നമ്മുടെ പ്രഷർ ഹെഡിനെയും പൊട്ടൻഷ്യൽ ഹെഡിനെയും പറയുന്നതാണ് നമ്മുടെ പീസോമെട്രിക് ഹെഡ്. ഇനി എന്താണ് നമുക്ക് ടോട്ടൽ എനർജി ലൈൻ അതുപോലെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ എന്ന് നോക്കാം. Hydraulic gradient line is the line which joins the piezometric head at various points in a flow. നേരത്തെ പറഞ്ഞു നമ്മൾ പീസോമീറ്റേഴ്സ് പൈപ്പിൻ്റെ സെർട്ടൈൻ ലൊക്കേഷനിൽ കൊടുക്കുമ്പോൾ അതിൽ കാണിക്കുന്ന പ്രഷർ ഹെഡും നമ്മുടെ ഡേറ്റം ഹെഡിൻ്റെയും സമ്മാണ് പീസോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. ആ പീസോമെട്രിക് ഹെഡ് ജോയിൻ ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടോട്ടൽ ഹെഡ്, ഓരോ പോയിന്റിലെയും ടോട്ടൽ ഹെഡിനെ ജോയിൻ ചെയ്യുന്ന ലൈനിനെ നമുക്ക് ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയും. ടോട്ടൽ എനർജി ലൈൻ്റെ മറ്റൊരു പേരാണ് എനർജി ഗ്രേഡിയൻ്റ് ലൈൻ. അതുപോലെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ്റെ മറ്റൊരു പേരാണ് പീസോമെട്രിക് ഹെഡ് ലൈൻ. ഈ 4 പോയിന്റും ഓർത്ത് വയ്ക്കുക. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ടോട്ടൽ എനർജി ലൈൻ ആയിരിക്കും എബോ. നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് കാണാം ടോട്ടൽ എനർജി ലൈനും ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈനും തമ്മിലുള്ള ആ ഇൻ്റർസെപ്റ്റ്, ആ ഡിസ്റ്റൻസ് എന്താണ്? v²/2g, അല്ലെങ്കിൽ നമുക്ക് പറയാം കൈനറ്റിക് ഹെഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡ്. ചില ടെസ്റ്റിൽ ഡൈനാമിക് ഹെഡ് എന്നും പറയുന്നുണ്ട്. അതാണ് ഈ പോയിന്റ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോട്ടൽ എനർജി ലൈൻ ആൻഡ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ ഗീവ്സ് കൈനറ്റിക് ഹെഡ് ഓർ വെലോസിറ്റി ഹെഡ് v²/2g. അപ്പോൾ ഇതിൽ നിന്നും 5 പോയിന്റ്സ് ആണ് നോട്ട് ചെയ്യേണ്ടത്. എക്സാംസിന് ചോദിക്കുന്നതാണ്. എന്താണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ? ദ ലൈൻ വിച്ച് ജോയിൻസ് പീസോമെട്രിക് ഹെഡ്. അതുപോലെ തന്നെ എന്താണ് ടോട്ടൽ എനർജി ലൈൻ? ടോട്ടൽ ഹെഡിനെ ജോയിൻ ചെയ്യുന്ന ആ ലൈൻ, വേരിയസ് പോയിന്റ്സിലുള്ള ടോട്ടൽ ഹെഡിനെ ജോയിൻ ചെയ്യുന്ന ആ ലൈനെ നമ്മൾ പറയുന്നതാണ് ടോട്ടൽ എനർജി ലൈൻ എന്ന്. അതുപോലെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ്റെ മറ്റൊരു പേര് പീസോമെട്രിക് ഹെഡ് ലൈൻ. ടോട്ടൽ എനർജി ലൈൻ്റെ മറ്റൊരു പേര് എനർജി ഗ്രേഡിയൻ്റ് ലൈൻ.
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോട്ടൽ എനർജി ലൈൻ ആൻഡ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ, കൈനറ്റിക് ഹെഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈനിലും ടോട്ടൽ എനർജി ലൈനിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. Total energy line always falls in the direction of flow until or unless an external energy provided to it. ജസ്റ്റ് ഈ സെൻറ്റൻസ് വായിച്ചാൽ മനസ്സിലാവില്ല. നമ്മൾ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ വെച്ച് തന്നെ പഠിക്കും, എന്നാലേ പെട്ടെന്ന് മനസ്സിലാവും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിക്ചേഴ്സ് വെച്ച് കാണിക്കാം. അപ്പോൾ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത് അവർ പറയുന്ന ഓൾവേസ് ഫോൾ ആണ്, ഫോൾസ് ആണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ അണ്ടിൽ ഓർ അൺലെസ് ആൻ എക്സ്റ്റേണൽ എനർജി പ്രൊവൈഡഡ്. എപ്പോൾ റൈസ് ആവാം? ഒരു എക്സ്റ്റേണൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ടോട്ടൽ എനർജി ലൈൻ റൈസ് ആവും. അല്ലാത്ത എല്ലാ കേസിലും നമ്മുടെ ടോട്ടൽ എനർജി ലൈൻ ഫോൾ ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ലൈൻ ഓൾവേസ് ഫോൾസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ബിക്കോസ് ഓഫ് ലോസ് ഓഫ് ഹെഡ്. റീസൺ പറയുകയാണ്, ഇങ്ങനെ ഫോൾ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഹെഡ് ലോസസ് കാരണമാണ്. ഹെഡ് ലോസ് നിങ്ങൾക്കറിയാം, മേജർ ലോസും ഉണ്ട് മൈനർ ലോസും ഉണ്ട്. മേജർ ലോസ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ലോസ് ആണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈനിൽ നിന്നാണ്. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ മേ റൈസ് ഓർ ഫോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഡിപ്പെൻഡിങ് ഓൺ പ്രഷർ വേരിയേഷൻ. പ്രഷർ വേരിയേഷൻ അനുസരിച്ച് അതൊന്നെങ്കിൽ ഫോൾ ചെയ്യാം അല്ലെങ്കിൽ റൈസ് ചെയ്യാം. അതായത് ഇങ്ങനെ ഫോൾ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ വന്നിട്ട് റൈസും ചെയ്യാം. അത് നമുക്ക് നോക്കാം. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ലൈൻ ഓൾവേസ് എബോവ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഓൾവേസ് എബോവ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ ആൻഡ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ബിറ്റ്വീൻ ടു ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഹെഡ് അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡ്. ഈ പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടെ എക്സാമ്പിൾസ് വെച്ച് നോക്കാം. നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ടോട്ടൽ എനർജി ലൈൻ ഓൾവേസ് falls in the direction of flow until or unless an external energy provided to it. That is, it will rise only with the presence of pump. അപ്പം നമ്മൾ നോക്കൂ, ഇവിടെ ഒരു പമ്പ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ, ഇതാണ് നമ്മളിവിടെ പമ്പ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ടോട്ടൽ എനർജി ലൈൻ എങ്ങനെയായിരിക്കും? റൈസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈനും ആ പമ്പിൻ്റെ ആ ലൊക്കേഷനിൽ റൈസ് ചെയ്യും. Sudden rise in total energy line and hydraulic gradient line occurs due to pump. അതും ചോദിക്കാം. പമ്പുള്ള കേസിലാണ് ടോട്ടൽ എനർജി ലൈൻ റൈസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ കേസസിലും നമ്മുടെ ടോട്ടൽ എനർജി ലൈൻ ഫോൾ ആണ് ചെയ്യുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈനും ടോട്ടൽ എനർജി ലൈനും ഒരുപോലെ റൈസ് ചെയ്യുന്നത് നമ്മുടെ പമ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ലൊക്കേഷനിലാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ടർബൈൻ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാം, പമ്പ് എന്ന് പറയുന്നത് എന്താണ്? മെക്കാനിക്കൽ എനർജി ആഡ് ചെയ്യുവാണ്. എന്നാൽ ടർബൈൻ വരുമ്പോൾ അവിടെ എന്താണ്? മെക്കാനിക്കൽ എനർജി എക്സ്ട്രാക്ട് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോട്ടൽ എനർജി ലൈൻ എങ്ങനെയായിരിക്കും? ഫോൾ ചെയ്യും. നമ്മൾ പറഞ്ഞു എല്ലാ കേസസിലും ടോട്ടൽ എനർജി ഫോൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ അവിടെ എന്താ സംഭവിക്കുന്നത്? ഫോൾ ചെയ്യും. അപ്പോൾ സഡൻ ഫോൾ അല്ലെങ്കിൽ പറയാം സഡൻ ഡ്രോപ്പ് ഇൻ ടോട്ടൽ എനർജി ലൈൻ ആൻഡ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ occurs due to ടർബൈൻ. സഡൻ ജമ്പ് ആണെങ്കിൽ ടോട്ടൽ എനർജി ലൈനിലും ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈനും സഡൻ ജമ്പ് ഒക്കർ ചെയ്യുന്ന ഡ്യൂ ടു പ്രസൻസ് ഓഫ് പമ്പും, സഡൻ ഫോൾ ഒക്കർ ചെയ്യുന്ന എപ്പോഴാണ്? നമ്മുടെ ടർബൈൻ്റെ പ്രസൻസിലുമാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഐഡിയൽ ഫ്ലൂയിഡ്. ഐഡിയൽ ഫ്ലൂയിഡിലും റിയൽ ഫ്ലൂയിഡിലും ഉള്ള കണ്ടീഷൻസ് ആണ്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹെഡ് ലോസസ് ഉണ്ടാവത്തില്ല. നിങ്ങൾക്കറിയാം ബെർണോളീസ് ലോ എന്താ പറയുന്നത്? നമ്മുടെ ഹെഡ് കോൺസ്റ്റൻറ്റ്, ടോട്ടൽ ഹെഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് P/ρg നമ്മുടെ പ്രഷർ ഹെഡ്, അതുപോലെ തന്നെ V²/2g നമ്മുടെ കൈനറ്റിക് ഹെഡ്, അതുപോലെ എലിവേഷൻ ഹെഡ്, ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് നമ്മുടെ ബെർണോളീസ് ലോ പറയുന്നത്. ബെർണോളീസ് ലോയിൽ ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ ലോസസ് ഇല്ല. ലോസസ് ഇല്ലാത്ത കേസസിൽ നമ്മുടെ ടോട്ടൽ എനർജി ലൈൻ ഓൾവേസ് ഹൊറിസോണ്ടൽ. അടുത്ത പോയിന്റ്, ഐഡിയൽ ഫ്ലൂയിഡിൽ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്ന ഓൾവേസ് ഹൊറിസോണ്ടൽ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എനർജി ലൈൻ ഫോർ ഐഡിയലൈസ്ഡ് ബെർണോളീസ് ഫ്ലോ ഈസ് ഓൾവേസ് ഹൊറിസോണ്ടൽ ബിക്കോസ് ലോസസ് ആർ സീറോ ഇൻ ഐഡിയൽ ഫ്ലോ. By neglecting head loss, energy gradient line or total energy line is horizontal. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയൽ ഫ്ലൂയിഡിൽ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ആണ്.
ഇനി അടുത്ത റിയൽ ഫ്ലൂയിഡിൽ എങ്ങനെയായിരിക്കും? നമ്മുടെ ടോട്ടൽ എനർജി ലൈൻ ഹൊറിസോണ്ടൽ ആവില്ല. കാരണം എന്താണ്? അവിടെ ലോസസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. നമ്മുടെ ഫ്ലോ ഇങ്ങോട്ടാണ്, അപ്പോൾ അത് സ്ലോപ്പ് ചെയ്യുന്ന ഡൗൺവേർഡ് ആയിരിക്കും. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ നോക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെന്ന് പറയുന്ന ഡേറ്റം ലൈനാണ്. രണ്ട് സെക്ഷൻസ് എടുത്തേക്കുക, 1-1 2-2 സെക്ഷൻസും. 1-1 സെക്ഷനിലുള്ള Z1 എന്ന് പറയുന്ന എലിവേഷൻ ഹെഡ്, പീസോമീറ്ററിൻ്റെ ആ ഹൈറ്റിനെ P1/ρg എന്ന് പറയാം. ആ ഹൈറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് പൈപ്പ് വരെയാണ്. P1²/2g എന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി ഹെഡാണ്. ആ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ 3 ഹെഡും. ആ 3 ഹെഡിനെയും കൂടെ ജോയിൻ ചെയ്യുന്ന 2 പോയിൻറ്റ്സും ജോയിൻ ചെയ്യുന്ന ആ ലൈനെ പറയുന്നതാണ് ടോട്ടൽ എനർജി ലൈൻ. അതുപോലെ തന്നെ 1-1 2-2 പീസോമെട്രിക് ഹെഡിനെ ജോയിൻ ചെയ്യുന്ന ലൈനെ പറയുന്നതാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അടുത്ത കേസ് എന്ന് പറയുന്നത്, അങ്ങനെ നമ്മൾ 4 കേസസാണ് നോക്കിയത്. അടുത്ത കേസ് എന്ന് പറയുന്നത് നമ്മുടെ പൈപ്പ് വിത്ത് വേരിയിങ് ഡയമീറ്റർ, അതായത് സഡൻ എക്സ്പാൻഷൻ ഉണ്ടാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നതാണ്. അതായത് ഇതാണ് നമ്മുടെ പൈപ്പ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ പൈപ്പ്, ഇത് ലോങ്ങർ പൈപ്പും ഇത് ഷോർട്ടർ പൈപ്പുമാണ്. ഇതാണ് നമ്മുടെ പൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൈപ്പിൽ ഇതിപ്പോൾ ഏരിയ A1 A2 ആണെങ്കിൽ നിങ്ങൾക്കറിയാം, കാണുമ്പോൾ തന്നെ മനസ്സിലാവും A2 കൂടുതലാണ് A1-നേക്കാളും. ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയുന്നു. കാരണം എന്താണ്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ. വെലോസിറ്റി കുറയുമ്പോൾ പ്രഷർ കൂടുന്നു, ബെർണോളീസ് ഇക്വേഷൻ. ഇത് രണ്ടും ഓർക്കുക. എങ്ങനെയാണ്? ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയുന്നു ബൈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. വെലോസിറ്റി കുറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളെ പ്രഷർ കൂടുന്നു ബൈ ബെർണോളീസ് ഇക്വേഷൻ. അതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്. ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ വരയ്ക്കുമ്പോൾ പ്രഷർ വേരിയേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ ലൊക്കേഷനിൽ, ഈ പോയിന്റിലുള്ള പ്രഷർ വേരിയേഷൻ. പെട്ടെന്ന് ഏരിയ കൂടിയപ്പോൾ വെലോസിറ്റി കുറഞ്ഞു, പ്രഷർ കൂടി. അതുകൊണ്ടാണ് നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ റൈസ് സംഭവിച്ചത്. ടോട്ടൽ എനർജി ലൈൻ എപ്പോഴും എങ്ങനെയായിരിക്കും? സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ആൻഡ് ഓൾവേസ് ഫോൾസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് പൈപ്പിൽ സഡൻ എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ എന്താണ് ആ സെർട്ടൈൻ പോയിന്റിൽ ടോട്ടൽ എനർജി ലൈനും ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈനും സംഭവിക്കുന്നതെന്നാണ്. ടോട്ടൽ എനർജി ലൈൻ സിമ്പിളാണ്, എപ്പോഴും അത് ഫോളാണ് സംഭവിക്കുന്നത്. ഒൺലി വൺ കേസ്, പമ്പിൽ മാത്രമേ അത് റൈസ് സംഭവിക്കൂ. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ. ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ എങ്ങനെയാണ്? പ്രഷർ എന്ത് സംഭവിച്ചു? ഈ പോയിന്റിൽ നമ്മുടെ ഏരിയ എന്താ സംഭവിച്ചത്? ഏരിയ കൂടി അല്ലേ? ചെറിയ ഏരിയയിൽ നിന്നും വലിയ ഏരിയയായി. ഏരിയ കൂടിയപ്പോൾ വെലോസിറ്റി കുറഞ്ഞു. വെലോസിറ്റി കുറയുമ്പോൾ നമ്മുടെ പ്രഷർ എന്താ സംഭവിക്കുന്നത്? കൂടുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ റൈസ് ചെയ്തത്. ഇവിടം വരെ ഫോൾ ചെയ്ത് വന്നു, ഡൗൺവേർഡ് ഡയറക്ഷനിൽ സ്ലോപ്പ് ചെയ്തിട്ട് ഇവിടെ എത്തിയപ്പോൾ അത് റൈസ് ചെയ്യേണ്ട കാരണം എന്തുകൊണ്ടാണ്? പ്രഷർ കൂടി, എന്നിട്ട് പിന്നെ വീണ്ടും ഫോൾ ചെയ്യുന്നു. അതായത് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ്. അതുപോലെ തന്നെ ഇത് യൂണിഫോം ആണ്, അതുകൊണ്ട് ഇത് രണ്ടും പാരലലായിരിക്കും. നമ്മുടെ ടോട്ടൽ എനർജി ലൈനും ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈനും പാരലലായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പൈപ്പ് വിത്ത് വേരിയിങ് ഡയമീറ്റർ സഡൻ കോൺട്രാക്ഷൻ. നേരത്തെ പറഞ്ഞത് തന്നെ എന്താണ്? ടോട്ടൽ എനർജി ലൈൻ്റെ കേസ് എങ്ങനെയായിരിക്കും? എപ്പോഴും ഫോളാണ്. ആദ്യം അത് സ്ലോപ്പ് ചെയ്ത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ വന്നു, എന്നിട്ട് ഈ സെർട്ടൈൻ ലൊക്കേഷനിൽ വന്നപ്പോൾ, ഈ സെർട്ടൈൻ പോയിന്റിൽ വന്നപ്പോൾ ഫോൾ ചെയ്തു, എന്നിട്ട് വീണ്ടും കുറഞ്ഞു വന്നു. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ. ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈനിൽ എന്താണ്? ഈ പോയിന്റിൽ എന്ത് സംഭവിച്ചു എന്നാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഏരിയ കുറഞ്ഞു. ഈ പോയിന്റിൽ എത്തിയപ്പോൾ ഏരിയ കുറഞ്ഞു. ഏരിയ കുറഞ്ഞപ്പോൾ വെലോസിറ്റി കൂടി, അപ്പോൾ പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറയുമ്പോൾ നമ്മളെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ എന്താണ്? താഴ്ന്നു, ഫോൾ ചെയ്തു. അതായത് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ ഡിനോട്ട് ചെയ്യുന്ന എന്താണ്? പ്രഷർ ഹെഡും നമ്മുടെ എലിവേഷൻ ഹെഡുമാണ്. അവിടെ പ്രഷർ വേരിയേഷനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇവിടെ പ്രഷർ കുറഞ്ഞുകൊണ്ടാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ ഫോൾ ചെയ്യാൻ കാരണം. ഇനി ഏഴാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ പൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡയമീറ്റർ കണക്റ്റഡ് ഇൻ സീരീസ്. അതായത് നമ്മുടെ കോൺട്രാക്ഷനും എക്സ്പാൻഷനും കൂടെ ഒരുമിച്ച് വെച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ. ടോട്ടൽ എനർജി ലൈൻ സിമ്പിളാണ്. എങ്ങനെയാണ്? ടോട്ടൽ എനർജി ലൈൻ ഓൾവേസ് ഫോൾസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ.
ഇനി അടുത്ത ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എങ്ങനെയാണ്? നമ്മൾ ആദ്യം നോക്കേണ്ട പൈപ്പിൻ്റെ ഡയമീറ്റർ എങ്ങനെയാണ്, ഏരിയ എങ്ങനെയാണ്? പൈപ്പിൻ്റെ ആദ്യം ഏരിയ കുറവായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഈ പോയിന്റിൽ എത്തിയപ്പോൾ എന്തായി? ഏരിയ കൂടി. ഏരിയ കൂടിയപ്പോൾ വെലോസിറ്റി കുറഞ്ഞു. വെലോസിറ്റി കുറഞ്ഞപ്പോൾ പ്രഷർ കൂടി. പ്രഷർ കൂടിയെങ്കിൽ അവിടെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ത് സംഭവിക്കണം? റൈസ്. ഇനി ഈ പോയിന്റിൽ അടുത്ത നമ്മൾ നോക്കേണ്ടത് ഈ സർട്ടൻ പോയിന്റിൽ, ഈ ജംഗ്ഷനിൽ എങ്ങനെയാണ്? വീണ്ടും ഏരിയ കുറഞ്ഞു. ഏരിയ കുറഞ്ഞപ്പോൾ വെലോസിറ്റി കൂടി. വെലോസിറ്റി കൂടിയപ്പോൾ പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറയുമ്പോൾ എന്താണ്? ഫോൾ. അതാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈനും ടോട്ടൽ എനർജി ലൈനും. വരയ്ക്കാനല്ല നമുക്ക് എക്സാമിന് ആക്ച്വലി ചോദിക്കുന്നത്. ചിലപ്പോൾ അഡ്വാൻസ് ലെവലിൽ വരയ്ക്കാൻ ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ട് ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കാം. ആക്ച്വലി നമുക്ക് ചോദിക്കുന്നത് നേരോവർ പൈപ്പിൽ നിന്നും ലാർജർ പൈപ്പിലേക്ക് പോയപ്പോൾ അവിടെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ റൈസ് സംഭവിച്ചോ ഫോൾ സംഭവിച്ചോ എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ കൺസെപ്റ്റ് അറിഞ്ഞ് മനസ്സിലാക്കി ആ പിക്ചറും മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് തെറ്റത്തില്ല. ഓക്കെ. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത്, നമ്മൾ 7 കേസ് കഴിഞ്ഞു. അടുത്ത കേസ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ് പൈപ്പ് കണക്റ്റിംഗ് റിസർവോയർ. ഇത് നമ്മുടെ ഒരു റിസർവോയർ ആണ്. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് പൈപ്പ് ആണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാണ്. ചില ടെക്സ്റ്റ് ബുക്കിൽ ആക്ച്വലി മോഡി ആൻഡ് സേത്ത് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് അപ്സ്ട്രീം കണ്ടീഷനിൽ ഇങ്ങനെ ഒരു കർവായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വീന കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ലോസസ്, അതായത് ഏരിയ കുറയുന്നുണ്ട്. അപ്പോൾ അവിടെ ലോസസ് കൂടുതലായിരിക്കും. ലോസസ് കൂടുതലായതുകൊണ്ട് അവിടുത്തെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻ അല്ല. അതുകൊണ്ടാണ് എനിവേ നമ്മളിവിടെ എടുത്തേക്കുന്നത് ഈ പോയിന്റിൽ നിന്നാണ്. അപ്പോൾ ടോട്ടൽ എനർജി എപ്പോഴും സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ആയിരിക്കും. ഇവിടെ സ്ലോപ്പ് കൂടുതൽ, കാരണം ഇവിടെ ഒരു ലോസസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈനും ലോസസ് കൂടുതലായിരിക്കും. നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എവിടെയാണ്? എക്സിറ്റിൻ്റെ അവിടെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. എക്സിറ്റിൽ എന്താ സംഭവിക്കുന്നത്? അറ്റ് പൈപ്പ് എക്സിറ്റ് HGL കോയിൻസൈഡ്സ് വിത്ത് പൈപ്പ് സർഫസ് ബിക്കോസ് പ്രഷർ ഹെഡ് ഈസ് 0. നമ്മൾ പറഞ്ഞു HGL എന്ന് പറയുന്ന എന്ത് ഡിനോട്ട് ചെയ്യുന്ന ലൈനാണ്? നമ്മുടെ പീസോമെട്രിക് ഹെഡ്, അതായത് P/ρgയും നമ്മുടെ Z. ഈ സൈഡിൽ എന്താണ്, ഏത് പ്രഷറാണ് ഉണ്ടാവുന്നത്? ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷറാണ് ഉണ്ടാവുന്നത്. ഓപ്പൺസ് ടു അറ്റ്മോസ്ഫിയർ അല്ലേ, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അങ്ങനെയാണെങ്കിൽ ഗേജ് പ്രഷർ എന്താണ്? 0. അപ്പോൾ P/ρg 0 ആയി. ഇതാണ് നമ്മുടെ ഡേറ്റൻ ലൈൻ എങ്കിൽ, ഇതാണ് നമ്മുടെ സെൻട്രോ പൈപ്പിൽ ഡേറ്റൻ ലൈൻ ആണെങ്കിൽ ഇസഡും ഓഫ് കോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കത്തില്ലേ? ഇസഡും. അങ്ങനെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ 0 ആയി. അതായത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ കോയിൻസൈഡ്സ് വിത്ത് പൈപ്പ് സർഫസ്. പൈപ്പ് സർഫസുമായി ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ കോയിൻസൈഡ് ചെയ്തു. എക്സാമിന് ചോദിക്കുന്ന സെൻറ്റൻസ് ഗേജ് പ്രഷർ ഈസ് 0 അറ്റ് ലൊക്കേഷൻ വേ HGL ഇൻ്റർസെക്സ് ഫ്ലൂയിഡ്. അത് തന്നെ നമ്മുടെ ഇതിൽ ഫ്ലൂയിഡ് പാസ് ചെയ്യുവാണല്ലോ. ആ ഫ്ലൂയിഡ് ഗേജ് പ്രഷർ 0 ആവുന്ന ലൊക്കേഷൻ, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ള പ്ലേസിൽ നമ്മുടെ HGL ഫ്ലൂയിഡുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ ഈ കേസിൽ നിങ്ങൾ നോക്കേണ്ട എന്താണ്? സ്ട്രെയിറ്റ് പൈപ്പ് കണക്റ്റിംഗ് റിസർവോയിൽ ആ എക്സിറ്റ് പൈപ്പിൻ്റെ അവിടെ നമ്മുടെ പ്രഷർ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതായത് ഗേജ് പ്രഷർ P/ρg എന്ന് പറയുന്ന 0 ആണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡേറ്റൻ ലൈൻ ഇവിടെ നിന്നാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ Z 0 ആയതും HGL ടോട്ടലി 0 ആയതും. HGL 0 ആയപ്പോൾ HGL നമ്മുടെ ആ ഫ്ലൂയിഡിൻ്റെ ആ സെൻട്രൽ ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഇൻ്റർസെക്ട്സ് ഫ്ലൂയിഡ് അറ്റ് ഗേജ് പ്രഷർ ഈസ് 0. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സൈഫൺ പൈപ്പ്. സൈഫൺ പൈപ്പ് എന്ന് പറയുന്നത് ഒത്തിരി പഠിക്കാനുള്ളതാണ്. ഞാൻ എങ്ങനെയാണ് ഇവിടെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈനും ടോട്ടൽ എനർജി ലൈനും വരണേന്ന് പറയാം. സൈഫൺ പൈപ്പ് എന്ന് പറയുന്നത് ഈ ലോങ് ബെൻ പൈപ്പാണ്. ഹയർ റിസർവോയർ, ഹയർ എലിവേഷനിലുള്ള ഹയർ റിസർവോയർ ലെവലിൽ നിന്നും ലോവർ റിസർവോയർ ലെവൽ കണക്ട് ചെയ്യുന്ന ഒരു ലോങ് ബെൻ പൈപ്പിനെയാണ് നമ്മൾ സൈഫൺ പൈപ്പ് എന്ന് പറയുന്നത്. സൈഫൺ പൈപ്പ് എന്ന് പറയുമ്പോൾ 2 കണ്ടീഷനാണ് നിങ്ങൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ ആൻഡ് ടോട്ടൽ എനർജി ലൈൻ വെച്ച് ഓർക്കേണ്ടത്. ആക്ച്വലി ഇത് ഹില്ലി ഏരിയാസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, മോഡി ആൻഡ് സേത്ത് എന്ന ടെക്സ്റ്റ് ബുക്കിൽ കർവ് ഷേപ്പിലാണ് കൊടുത്തേക്കുന്നത്. അതായത് ആ സ്ഥലത്ത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ വെൽ ഡിഫൈൻ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താ?
ഇവിടം മുതൽ ഇവിടം വരെ, അതായത് ഇങ്ങനെ ഈ പൈപ്പിൻ്റെ ആ വാട്ടർ സർഫസ്, ഫ്രീ സർഫസ് ഓഫ് വാട്ടർ മുതൽ നമ്മുടെ ഇവിടം വരെയുള്ള വാട്ടർ ലെവൽ തമ്മിൽ ജോയിൻ ചെയ്തേക്കുവാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ സൈഫൺ പൈപ്പിൽ. അവിടെ രണ്ട് കണ്ടീഷനാണുള്ളത്. ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ പൈപ്പ് എന്ന് പറയുന്നത് എബോ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ, എബോ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം ഇവിടെ പൈപ്പ് എങ്ങനെയാണ്, ഈ പൈപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈന് ബിലോ ആണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രഷർ എന്താണെന്നാണ്. അപ്പോൾ എബോ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ ആവുമ്പോൾ പ്രഷർ വിൽ ബി ബിലോ അറ്റ്മോസ്ഫിയറിക്. അതായത് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ ഇവിടെ പ്രഷർ എന്ന് പറയുന്ന ബിലോ അറ്റ്മോസ്ഫിയറിക് ആണ്, അതായത് നെഗറ്റീവ് പ്രഷർ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലോ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈനാണ് എബോ ആയിട്ട് നിൽക്കുന്നത് അല്ലേ, അവിടെ ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറയുന്ന പോസിറ്റീവ് പ്രഷർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടോട്ടൽ എനർജി ലൈൻ ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല, പക്ഷേ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം. അതുപോലെ തന്നെ പ്രഷർ ഇൻ ഫ്ലോ സെക്ഷൻ ദ ലൈസ് എബോ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ, അതായത് നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈന് എബോ ആയിട്ടുള്ള ഈ പോയിൻറ്റ്സിൽ, ഈ സ്ഥലത്ത്, ഈ പ്ലേസിൽ നമ്മുടെ പ്രഷർ എന്ന് പറയുന്ന നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും ഈ പൈപ്പിൻ്റെ ഈ സെക്ഷനിലും ഈ സെക്ഷനിലും ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈന് താഴെയാണ്, അവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. എഞ്ചിനീയറിംഗിൽ ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് 2-ൽ തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, എന്നാലും ഇവിടെ പറയാം. ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനൽസ്, ഇറിഗേഷൻ കനാൽ, അതൊക്കെയാണ് ഓപ്പൺ ചാനൽ ഫ്ലോൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഡേറ്റം, ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ചാനൽ ബെഡാണ്, അതിലുള്ള സ്ലോപ്പാണ് S0 എന്ന് കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് എന്തൊക്കെയാണുള്ളത്, ടോട്ടൽ ഹെഡും പ്രഷർ ഹെഡും എന്താണെന്ന് നോക്കാം. ടോട്ടൽ ഹെഡും പീസോമെട്രിക് ഹെഡും എന്താണെന്ന് നോക്കാം. Z1 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഡേറ്റം ഹെഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹെഡ്. Y1 എന്ന് പറയുന്നത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു P/ρg = H. ആ Hന് കറസ്പോൺസ് ആണ് Y1. Y1 എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. V12/2g എന്ന് പറയുന്നത് വെലോസിറ്റി ഹെഡാണ്. ഈ സമ്മിനെ നമ്മൾ എന്ത് പറയും, പീസോമെട്രിക് ഹെഡ്. അതായത് നമ്മുടെ പ്രഷർ ഹെഡ് പ്ലസ് പൊട്ടൻഷ്യൽ ഹെഡിനെയാണ് പീസോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. ഈ ടോട്ടലിനെ പറയുന്ന ടോട്ടൽ ഹെഡ്. ഇനി ടോട്ടൽ ഹെഡ് ജോയിൻ ചെയ്യുന്ന ഈ ലൈന് എനർജി ഗ്രേഡിയൻ്റ് ലൈൻ അല്ലെങ്കിൽ ടോട്ടൽ എനർജി ലൈൻ. ഇനി പീസോമെട്രിക് ഹെഡ് ജോയിൻ ചെയ്യുന്ന ഈ ലൈന് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ. ഇനി നിങ്ങൾക്ക് തന്നെ ഇവിടെ അറിയാമല്ലേ, ഇതാണ് ചാനൽ എന്ന് പറഞ്ഞു, ഇതാണ് ചാനൽ ബെഡ് എന്ന് പറഞ്ഞു. ഇവിടം വരെയാണ് നമുക്ക് വെള്ളമുള്ളത്. അപ്പോൾ നോക്കൂ, ഈ വെള്ളമുള്ളതിൻ്റെ ഡെപ്തിനെയാണ് ഡെപ്ത് ഓഫ് ഫ്ലോ Y1 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ഈ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ എങ്ങനെയാണ്, വാട്ടർ ലെവലിൽ കൂടെ പാസ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ടാണ് ഫോർ ഓപ്പൺ ചാനൽ ഫ്ലോ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ കോയിൻസൈഡ്സ് വിത്ത് വാട്ടർ സർഫസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇറിഗേഷൻ കനാൽ, ചാനൽ, അതൊക്കെയാണ് ഓപ്പൺ ചാനൽ ഫ്ലോയിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഡേറ്റവും ഈ ചാനൽ ബെഡും തമ്മിലുള്ള ആ ഹൈറ്റ്, ആ എലിവേഷനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുന്നത്. ഇവിടം വരെ വെള്ളമുണ്ട്, ഇതാണ് ചാനലെങ്കിൽ ഇവിടം വരെ വെള്ളമുണ്ട്. ആ വെള്ളത്തിൻ്റെ ഡെപ്തിനെയാണ് ഡെപ്ത് ഓഫ് ഫ്ലോ. ഈ രണ്ടിൻ്റെ ഡെപ്ത് ഓഫ് ഫ്ലോയിൻ്റെയും നമ്മുടെ എലിവേഷൻ ഹെഡിൻ്റെയും സമ്മിനെയാണ് നമ്മൾ പീസോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. ഈ പീസോമെട്രിക് ഹെഡിന് ജോയിൻ ചെയ്യുന്ന ലൈനിനെയാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ എങ്ങനെയാണ്, പാസ് ത്രൂ വാട്ടർ സർഫസ്. For open channel flow, hydraulic gradient line coincides with water surface. ഇത് കണ്ടീഷൻസ് ആണ് നമ്മൾ നോക്കിയത്. ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈനിലും ടോട്ടൽ എനർജി ലൈനിലും എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, പമ്പായിരുന്നു. പമ്പിൽ മാത്രമാണ് നമ്മുടെ TL-ഉം HGL-ഉം റൈസ് ചെയ്യുന്നത്. രണ്ടാമത് ടർബൈൻ പറഞ്ഞു, ടർബൈനിൽ രണ്ടും ഫോൾ ചെയ്യും. മൂന്നാമത് പറഞ്ഞത് ഐഡിയൽ ഫ്ലൂയിഡാണ്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ലോസസ് ഇല്ലാത്തതാണ്. അവിടെ എനർജി ഗ്രേഡിയൻ്റ് ലൈൻ എന്ന് പറയുന്ന ഹൊറിസോണ്ടലാണ്. പിന്നെ പറഞ്ഞു റിയൽ ഫ്ലൂയിഡ്. റിയൽ ഫ്ലൂയിഡിൽ എങ്ങനെയാണ്, ലോസസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ എനർജി ഗ്രേഡിയൻ്റ് ലൈൻ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിരിക്കും, സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ.
അതിനുശേഷം നമ്മൾ പറഞ്ഞ 3 കേസസ് എന്ന് പറയുന്ന പൈപ്പ് വെച്ചിട്ടായിരുന്നു. പൈപ്പിൻ്റെ ഡയമീറ്റർ മാറുന്നതിനനുസരിച്ച് സഡൻ കോൺട്രാക്ഷൻ വരുമ്പോൾ എങ്ങനെ, സഡൻ എക്സ്പാൻഷൻ വരുമ്പോൾ എങ്ങനെ, അത് 3ഉം കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനും ടോട്ടൽ എനർജി ലൈനും വരയ്ക്കുന്നതെന്നാണ്. അതിൽ ടോട്ടൽ എനർജി ലൈൻ സിമ്പിളാണ്, എല്ലാത്തിലും ഓൾവേസ് ഫോൾസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണ്. എന്നാൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനിൽ റൈസും സംഭവിക്കാം, അതുപോലെ ഫോളും സംഭവിക്കാം. അത് വിത്ത് റെസ്പെക്ട് ടു പ്രഷർ വേരിയേഷൻ ആണ്. അതിനുശേഷം നമ്മൾ കണ്ടത് എന്താണ്, സ്ട്രെയിറ്റ് പൈപ്പ് കണക്റ്റിംഗ് റിസർവോയർ ആണ്. അതിൽ എക്സിറ്റ് പോയിന്റിലാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എക്സിറ്റ് പോയിന്റിൽ പ്രഷർ അറ്റ്മോസ്ഫിയറിൽ ഓപ്പൺസ് ആണ്, അതുകൊണ്ട് തന്നെ ഗേജ് പ്രഷർ 0 ആണ്. നമ്മൾ ഇവിടെ ഡേറ്റം എടുത്തത് കൊണ്ട് ഇസഡും 0 ആണ്. അതുകൊണ്ട് നമ്മുടെ HGL ഇൻ്റർസെക്ട്സ് വിത്ത് ദ ഫ്ലൂയിഡ് സർഫസ്. അതിനുശേഷം നമ്മൾ കണ്ടത് എന്താണ്, സൈഫൺ പൈപ്പ്. സൈഫൺ പൈപ്പിൻ്റെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം. ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ്റെ എബോവ് ആണ് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ പൈപ്പിൻ്റെ ലൊക്കേഷൻ എന്നെങ്കിൽ അത് നെഗറ്റീവ് പ്രഷർ ആയിരിക്കും. ഗ്രേഡിയൻറ്റ് ലൈൻ്റെ താഴെയാണെങ്കിൽ പോസിറ്റീവ് പ്രഷറും ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. ഓപ്പൺ ചാനൽ ഫ്ലോയിൽ നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ ഓൾവേസ് കോയിൻസൈഡ്സ് വിത്ത് വാട്ടർ സർഫസ്. ഓക്കെ, നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇത്രയും പറഞ്ഞത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ ഹെഡ് പ്ലസ് കൈനറ്റിക് ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ടോട്ടൽ എനർജി ലൈൻ ഓർ എനർജി ഗ്രേഡിയൻറ്റ് ലൈൻ ഇസ് ദ ലൈൻ വിച്ച് ജോയിൻസ് ടോട്ടൽ ഹെഡ് അറ്റ് വേരിയസ് പോയിന്റ്സ് ഇൻ ഫ്ലോ. അതുപോലെ തന്നെ ടോട്ടൽ എനർജി ലൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓൾവേസ് ഫോൾസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ബിക്കോസ് ഓഫ് ലോസ് ഓഫ് ഹെഡ്. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്, slopes downwards in the direction of flow and will only rise with the presence of pump. ഈ 4 കാര്യങ്ങളും ടോട്ടൽ എനർജി ലൈനിനെ വെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ പീസോമെട്രിക് ഹെഡ് ഓർക്കുക. പീസോമെട്രിക് ഹെഡ് എന്ന് പറയുമ്പോൾ സം ഓഫ് പൊട്ടൻഷ്യൽ ഹെഡ് ആൻഡ് പ്രഷർ ഹെഡ് ആണ്. ആ ലൈൻ വിച്ച് ജോയിൻസ് ദ പീസോമെട്രിക് ഹെഡ് അറ്റ് വേരിയസ് പോയിന്റ്സ് ഇൻ എ ഫ്ലോയിനെ നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എന്ന് പറയും. ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനിൻ്റെ മറ്റൊരു പേര് പീസോമെട്രിക് ഹെഡ് ലൈനാണ്. ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനും സ്ലോപ്സ് ഡൗൺവേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണ്. പക്ഷേ അത് റൈസ് ചെയ്യാം, ഫോൾ ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ പ്രഷർ. 4 പോയിന്റ് നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോട്ടൽ എനർജി ലൈൻ ആൻഡ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ ഗീവ്സ് കൈനറ്റിക് ഹെഡ് ഓർ വെലോസിറ്റി ഹെഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എനർജി ഗ്രേഡിയൻറ്റ് ലൈൻ അല്ലെങ്കിൽ ടോട്ടൽ എനർജി ലൈൻ എപ്പോഴും ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനേക്കാളും എബോവ് ആയിരിക്കും ബൈ V²/2g. അതിനുശേഷം ആ 10 കേസസിലും എക്സാമിന് എങ്ങനെയൊക്കെ സെൻറ്റൻസ് വരുന്നതെന്നാണ്. സഡൻ റൈസ് ഓർ ഫോൾ ഇൻ TL ആൻഡ് HGL ഒക്കേഴ്സ് ഡ്യൂ ടു പമ്പ് ആൻഡ് ടർബൈൻ റെസ്പെക്റ്റീവ്ലി. അടുത്തത് ഫോർ യൂണിഫോം ഡയമീറ്റർ പൈപ്പ് നമ്മുടെ TLഉം HGLഉം പാരലലായിരിക്കും. അടുത്തത് HGL റൈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. എപ്പോഴാണ് റൈസ് ചെയ്യുന്നത്, വെൻ ഫ്ലോ പാസസ് ഫ്രം നാരോവർ പൈപ്പ് ടു എ ലാർജർ പൈപ്പ്. നാരോ പൈപ്പ് ടു എ ലാർജർ പൈപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡയമീറ്ററിൽ നിന്നും വലിയ ഡയമീറ്ററിലേക്ക്. സിൻസ് വെലോസിറ്റി ഇൻ ലാർജർ പൈപ്പ് ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഇൻ സ്മോളർ പൈപ്പ് ആൻഡ് കോൺസിക്വൻ്റ്ലി പ്രഷർ ഇൻ ലാർജർ പൈപ്പ് ഈസ് മോർ. ഇത്ര ആലോചിച്ചാൽ മതി. ഏരിയ കുറയുന്നു, വെലോസിറ്റി കൂടുന്നു ബൈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. പ്രഷർ വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയുന്നു ബൈ ബെർണോളിസ് ഇക്വേഷൻ. അത് തന്നെയാണ് ഇങ്ങനെ ചോദിക്കുന്നത്. എക്സാമിന് ചോദിക്കുമ്പോൾ ഇങ്ങനെ നാരോ പൈപ്പിൽ നിന്നും ലാർജർ പൈപ്പിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന രീതിയിലാണ് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ആ റിസർവോയർ വെച്ചിട്ടുള്ള അറ്റ് പൈപ്പ് എക്സിറ്റ് HGL coincides with pipe surface because pressure head is 0. പിന്നെ TL can never be negative but HGL can be negative by siphon pipe. എക്സാമ്പിൾ ഓപ്പൺ ചാനൽ ഫ്ലോയിൽ നമ്മൾ കണ്ടു ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ കോയിൻസൈഡ്സ് വിത്ത് വാട്ടർ സർഫസ്. നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദി യൂണിറ്റ് ഓഫ് ടോട്ടൽ എനർജി ഹെഡ്. ഇത് നമ്മുടെ ബേസിക് ഓവർസിയർ എക്സാംസിന് വരെ ചോദിക്കാറുണ്ട്. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ എനർജി ഹെഡിൻ്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ. എനർജി ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്, എനർജി പെർ ടോട്ടൽ ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ടോട്ടൽ എനർജി ഹെഡ്. ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്, എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. എനർജി എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ വെയിറ്റ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ. വെയിറ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ന്യൂട്ടനും പോയി നമുക്ക് കിട്ടും മീറ്റർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടോട്ടൽ എനർജി ഹെഡ് ഫോർ ആൻ ഓപ്പൺ ചാനൽ ഫ്ലോ ഈസ് റിട്ടൺ വിത്ത് യൂഷ്വൽ നൊട്ടേഷൻ ആസ് H
H equal to Z plus Y plus V square by 2G. ഇതിപ്പോൾ ഓപ്പൺ ചാനൽ ഫ്ലോയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് പൈപ്പ് ഫ്ലോയിൽ നിന്നും ചോദിക്കാം. Z plus P by rho G plus V square by 2G എന്ന ടേമിലായിരിക്കും. In this, each of the terms represents energy in kilogram meter per kilogram mass of fluid, energy in Newton meter per Newton of fluid, power in kilogram weight per kilogram mass of fluid, energy in Newton meter per mass of fluid. ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. നമ്മുടെ ഗേറ്റിന് ചോദിച്ചതാണ്. എന്താണ് ആൻസർ? ഹെഡ് എന്ന് പറയുമ്പോൾ ഈ ഈച്ച് ടേം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. അതായത് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ, ഇനി വെയ്റ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. അപ്പം മോസ്റ്റ് കറക്റ്റ് ആൻസർ ഏതാണ്? എനർജി. മോസ്റ്റ് കറക്റ്റ് അല്ല, പെർഫെക്റ്റ്ലി കറക്റ്റ് ആൻസർ എന്താണ്? എനർജി ഇൻ ന്യൂട്ടൺ മീറ്റർ പെർ ന്യൂട്ടൺ ഓഫ് ഫ്ലൂയിഡ്. ഓർക്കാം, മാസ് അല്ല. അടുത്തതെന്ന് പറയുന്നത് ഇൻ ബെർണോളിസ് ഇക്വേഷൻ. ഹാർബർ എഞ്ചിനീയറിംഗ് AE എക്സാമിന് ചോദിച്ചതാണ്. ഇൻ ബെർണോളി ഇക്വേഷൻ യൂസ്ഡ് ഇൻ പൈപ്പ് ഫ്ലോ ഈച്ച് ടേം റെപ്രസെൻറ്റ്സ്. എന്താണ്? ഇത് തന്നെയാണ്, എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. ആ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. അടുത്തതെന്ന് പറയുന്നത് HGL റെപ്രസെൻറ്റ്സ് സം ഓഫ്. HGL എന്ന് പറയുമ്പോൾ എന്താണ്? പീസോമെട്രിക് ഹെഡ്. പീസോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ ഹെഡ് ആൻഡ് ഡേറ്റം ഹെഡ്. അടുത്ത ടോട്ടൽ എനർജി ലൈൻ ആവുമ്പോൾ നോക്കൂ, ഇവിടെ ആദ്യം നമുക്കറിയാം 3 സമ്മാണെന്ന്. 3 ഹെഡിൻ്റെ സമ്മാണ് ടോട്ടൽ എനർജി ലൈൻ എന്ന്. അപ്പോൾ ഓപ്ഷൻ എ തന്നെ തെറ്റിക്കാൻ കൊടുത്തിട്ടുണ്ട്, മാറ്റി കുത്തരുത്. ഓപ്ഷൻ സി ആണ്, വായിച്ചിട്ട് തന്നെ ആൻസർ എഴുതുക. ഇവിടെ എന്താണ്? ഓപ്ഷൻ എ എന്താണ്? പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ്, കൈനറ്റിക് ഹെഡ്. വെലോസിറ്റി ഹെഡിൻ്റെ മറ്റൊരു പേരാണ് കൈനറ്റിക് ഹെഡ്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പ്രഷർ ഹെഡ് പ്ലസ് കൈനറ്റിക് ഹെഡ് പ്ലസ് ഡേറ്റം ഹെഡ്. എനർജി ഗ്രേഡിയൻറ്റ് ലൈൻ ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ. നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. എനർജി ഗ്രേഡിയൻറ്റ് ലൈൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ എനർജി ലൈനും എനർജി ഗ്രേഡിയൻറ്റ് ലൈനും സെയിം ആണെന്ന് അറിയുക. ഇനി ടോട്ടൽ എനർജി ഓഫ് എ ലിക്വിഡ് പാർട്ടിക്കിൾ ഇൻ മോഷൻ. ഇവിടെ ടോട്ടൽ എനർജിയാണ്, നേരത്തെയൊക്കെ ടോട്ടൽ ഹെഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, മൂന്നിൻ്റെയും സമ്മാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടേം V square by 2G ഡിനോട്ട്സ്. ഇതുപോലെ ഓരോ ടേമും ചോദിക്കാം. Z എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? P by rho G എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? അങ്ങനെ ഓരോ ടേമും ചോദിക്കാം. V square by 2G ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? കൈനറ്റിക് ഹെഡാണ്. പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ Z ആണ്. പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ P by rho G ആണ്. ഡേറ്റം ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ Z, പൊട്ടൻഷ്യൽ ഹെഡ് തന്നെയാണ്. ഇനി വാട്ട് ഈസ് ദ പ്ലോട്ട് ബിറ്റ്വീൻ ടോട്ടൽ എനർജി ആൻഡ് ചാനൽ പൊസിഷൻ? ടോട്ടൽ എനർജിയും ചാനൽ പൊസിഷനും ആ പ്ലോട്ട് എന്തായിരുന്നു? ടോട്ടൽ എനർജിയും ചാനൽ പൊസിഷനും തമ്മിലുള്ള ആ പ്ലോട്ടിന് നമ്മൾ എന്താ പറയുന്നത്? ഇതാണ് നമ്മുടെ ചാനൽ പൊസിഷൻ കാരണമുള്ള Z, ടോട്ടൽ എനർജി കാരണമുള്ള ആ പ്ലോട്ടിനെ പറയുന്ന ടോട്ടൽ എനർജി ലൈൻ. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, മാറിപ്പോരുത്. പ്ലോട്ട് ബിറ്റ്വീൻ ടോട്ടൽ എനർജി ആൻഡ് ചാനൽ പൊസിഷൻ. എനർജി ഗ്രേഡ് ലൈൻ എന്നാണ് ഓപ്ഷനിൽ, അല്ലെങ്കിൽ ടോട്ടൽ എനർജി ലൈൻ. അപ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ബിറ്റ്വീൻ HGL ആൻഡ് EGL, കൈനറ്റിക് ഹെഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡ്. അടുത്ത ക്വസ്റ്റ്യൻ ടോട്ടൽ എനർജി ലൈൻ ലൈസ് ഓവർ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ ബൈ ആൻ എമൗണ്ട് ഈക്വൽ ടു. എപ്പോഴും ഫിഗർ വരച്ച് തന്നെ ഓർക്കുക, അല്ലെങ്കിൽ തിരിഞ്ഞു പോവും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ടോട്ടൽ എനർജി ലൈൻ ലൈസ് ഓവർ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ. അതായത് എന്താണ്? നേരത്തെ പറഞ്ഞു എന്താണ്? ടോട്ടൽ എനർജി ലൈനും ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈനും ആ ഇൻ്റർസെപ്റ്റിനെ എന്താ പറയുന്നത്? നമ്മുടെ കൈനറ്റിക് ഹെഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടോട്ടൽ എനർജി ലൈൻ ലൈസ് ഓഫ് ദ സെൻട്രൽ ലൈൻ ഓഫ് പൈപ്പ് ബൈ ആൻ എമൗണ്ട് ഓഫ് ഈക്വൽ ടു. അപ്പോൾ ഈ ഫിഗർ നോക്കുക, ടോട്ടൽ എനർജി ലൈനും നമ്മുടെ സെൻട്രൽ ലൈനുമാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? P by rho G, അതായത് നമ്മുടെ പ്രഷർ ഹെഡും വെലോസിറ്റി ഹെഡും. അപ്പോൾ ആൻസർ എന്താണ്? പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ ലൈസ് ഓവർ സെൻട്രൽ ലൈൻ ഓഫ് പൈപ്പ് ബൈ ആൻ എമൗണ്ട് ഈക്വൽ ടു. കണ്ടോ, 3 ക്വസ്റ്റ്യനാണ് ഈ ഫിഗർ വെച്ചിട്ട് തന്നെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈനും സെൻട്രൽ ലൈൻ ഓഫ് പൈപ്പും, ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈനും സെൻട്രൽ ലൈൻ ഓഫ് പൈപ്പും എന്താണ്? നമ്മുടെ പ്രഷർ ഹെഡ്. ആൻസർ പ്രഷർ ഹെഡ്. ഓക്കെ, അടുത്തത് ഇത് നമ്മുടെ AE എക്സാമിന് റീസെൻ്റായിട്ട് നടന്ന AE എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലൈൻ ജോയിനിങ് പീസോമെട്രിക് ഹെഡ് അറ്റ് വേരിയസ് പോയിന്റ്സ് ഇൻ എ ഫ്ലോ. എന്താണ്? ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം പീസോമെട്രിക് ഹെഡ് ലൈൻ.
അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ ത്രൂ എ ക്ലോസ് കോൺഡ്യൂട്ട് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ വിൽ ഓൾവേസ് ബി. ഇതും ഹാർബർ എഞ്ചിനീയറിംഗ്, ആ ബെർണോളിസ് ഇക്വേഷൻ, അതിൽ നിന്നും നേരത്തെ പറഞ്ഞല്ലോ ബെർണോളിസ് ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ടെന്ന്, അതിൽ നിന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് എയിൽ ചോദിച്ചതാണ്. 2 ക്വസ്റ്റ്യനാണ് ഈ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചത്. അപ്പോൾ എന്താണ്, ഫ്ലോ ഒക്കർ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്, എല്ലാവരും എഴുതി വയ്ക്കും ഫ്രം ഹയർ ടു ലോവർ എലിവേഷൻ എന്ന്. തെറ്റാണ്. ഫ്രം ഹയർ ടു ലോവർ പീസോമെട്രിക് ഹെഡാണ്. ഓർത്ത് വയ്ക്കുക, ഫ്രം ഹയർ ടു ലോവർ പീസോമെട്രിക് ഹെഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, ഫോർ എ നോസിൽ ദ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ബിറ്റ്വീൻ EGL ആൻഡ് HGL എന്താ സംഭവിക്കുന്നതെന്നാണ്. നോസിലും ഡിഫ്യൂസറും റിവേഴ്സായിട്ട് ഉപയോഗിക്കുന്നതാണ്. നോസിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനൊരു പൈപ്പാണെങ്കിൽ ഇതാണ് നോസിൽ. നോസിലിൽ അവിടെ എന്താണ്, ഏരിയ കുറഞ്ഞു അല്ലേ, ഏരിയ കുറയുവാണ് ചെയ്തത്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്ന അവിടെ എന്താണ്, V²/2G. V²/2Gയിൽ എന്ത് സംഭവിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ. നോസിലാണ്, നോസിലായപ്പോൾ ഏരിയ കുറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്തായി, ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ ഡിഫ്യൂസറിൻ്റെ കേസ് വന്നപ്പോൾ എന്തായി, ഡിഫ്യൂസറിന് ഏരിയ കൂടി. ഏരിയ കൂടിയപ്പോൾ അവിടുത്തെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് മീൻസ് V²/2G. V²/2G എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്തു. ഈ 2 ക്വസ്റ്റ്യനും ഓർത്തു വയ്ക്കുക. ഈ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് സൂചിപ്പിക്കുന്നത് വെലോസിറ്റി ഹെഡാണെന്ന് അറിഞ്ഞാൽ മതി. പിന്നെ ഏരിയ നിങ്ങൾക്ക് അറിയാമല്ലോ, നോസിലിൻ്റെ ഏരിയ കൂടുന്നു, ഡിഫ്യൂസർ ആണെങ്കിൽ ജസ്റ്റ് റിവേഴ്സ്. ഇങ്ങനെ ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന രീതിയിലാണ് എക്സാമിന് ചോദിക്കുന്നത്. ദ സ്ലോപ്പ് ഓഫ് EGL വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ആക്സിസ് ഓഫ് പൈപ്പ്. ദ സ്ലോപ്പ് ഓഫ് EGL വിൽ ഓൾവേസ് ബി സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദ ആക്സിസ് ഓഫ് പൈപ്പ്. ദ സ്ലോപ്പ് ഓഫ് EGL വിൽ ഓൾവേസ് ബി ഈക്വൽ ടു ദാറ്റ് ഓഫ് ആക്സിസ് ഓഫ് പൈപ്പ്. നമുക്കറിയാം പൈപ്പിൻ്റെ ആക്സിസും EGLും തമ്മിൽ, അതിൻ്റെ EGLൻ്റെ സ്ലോപ്പും തമ്മിൽ യാതൊരു ഡിപ്പെൻഡൻസും ഇല്ല, അവിടെ ഇൻഡിപെൻഡൻ്റ് ആണ്. ദ സ്ലോപ്പ് ഓഫ് EGL വിൽ ഓൾവേസ് ബി ഇൻഡിപെൻഡൻറ്റ് ടു ദാറ്റ് ഓഫ് ആക്സിസ് ഓഫ് പൈപ്പ്. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിലോ, ദ സ്ലോപ്പ് ഓഫ് HGLും EGLൻ്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും, ഒരു യൂണിഫോം ക്രോസ് സെക്ഷൻ ആണെങ്കിൽ. യൂണിഫോം ക്രോസ് സെക്ഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു EGLും ഇത് EGL ഇത് HGL ആണെങ്കിൽ അത് രണ്ടും പാരലലാന്ന് പറഞ്ഞു. അപ്പോൾ സ്ലോപ്പ് എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ IESൽ ചോദിച്ചതാണ്, IESനും ഗേറ്റിനും ചോദിച്ചതാണ്. ഇനി വരുന്ന 3 ക്വസ്റ്റ്യനും IESനും ഗേറ്റിനും ചോദിച്ചതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? പീസോമെട്രിക് ഹെഡ്, സം ഓഫ് ഡേറ്റം ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ്. കറക്റ്റ് ആണല്ലോ. ഡൈനാമിക് ഹെഡ്, സം ഓഫ് ഡേറ്റം ഹെഡ് ആൻഡ് വെലോസിറ്റി ഹെഡ്. തെറ്റാണ്. ഡൈനാമിക് ഹെഡ് എന്ന് പറയുന്നത് വെലോസിറ്റി ഹെഡിൻ്റെ മറ്റൊരു പേരാണ്. സ്റ്റാഗ്നേഷൻ ഹെഡ്, അത് നമ്മൾ കണ്ടിട്ടില്ല. എനിവേ, സ്റ്റാഗ്നേഷൻ ഹെഡ് എന്ന് പറയുന്ന സം ഓഫ് സ്റ്റാറ്റിക് ഹെഡ് ആൻഡ് വെലോസിറ്റി ഹെഡ്. കറക്റ്റാണ്. ടോട്ടൽ ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്, സം ഓഫ് പീസോമെട്രിക് ഹെഡ് ആൻഡ് ഡൈനാമിക് ഹെഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം സം ഓഫ് പീസോമെട്രിക് ഹെഡ് ആൻഡ് വെലോസിറ്റി ഹെഡ്. അപ്പോൾ എന്താണ് ആൻസർ, 1ഉം 3ഉം 4ഉം കറക്റ്റാണ്. അപ്പോൾ C ആണ് ആൻസർ. ഇത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ IES എക്സാമിന്. വേണമെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന AE ലെവൽ എക്സാംസിന് ചോദിക്കാം. ഇതും ചോദിച്ചിട്ടുള്ളതാണ്, IESന് തന്നെയാണ്. Total energy line and hydraulic gradient line for a pipe flow cannot intersect each other. അതെ, കറക്റ്റാണ്. എനർജി ലൈനും ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈനും ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു ടോട്ടൽ എനർജി ലൈൻ വിൽ ഓൾവേസ് എബോവ് ദ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ ബൈ ആൻ എമൗണ്ട് വെലോസിറ്റി ഹെഡ്. അപ്പോൾ ദ വെർട്ടിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ലൈൻസ് മസ്റ്റ് ബി ഈക്വൽ ടു വെലോസിറ്റി ഹെഡ്. അപ്പോൾ അസേർഷനും റീസണും ട്രൂ ആണ്, അതുപോലെ തന്നെ അത് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ബോത്ത് A ആൻഡ് R ട്രൂ, R ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A. ഇതെല്ലാം നമ്മൾ നോക്കിയത്, അതാ സ്പീഡിൽ പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇതും ചോദിച്ചിട്ടുള്ളതാണ് IES എക്സാമിന്, ഗേറ്റിനും. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന ടോപ്പിക്കിൽ നിന്നാണ്, സിവിൽ എഞ്ചിനീയറിംഗിന് ചോദിച്ചതാണ്. ഇൻ ആൻ ഓപ്പൺ ചാനൽ ഫ്ലോ എനർജി ഗ്രേഡിയൻ ലൈൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ഡേറ്റം ഹെഡ്, പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ്. കറക്റ്റാണ്. ടോട്ടൽ എനർജി ലൈൻ അല്ലെങ്കിൽ എനർജി ഗ്രേഡിയൻ ലൈൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ടോട്ടൽ ഹെഡാണ്. അത് തന്നെയാണ് തന്നിരിക്കുന്നത്, ഡേറ്റം ഹെഡ്, പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ്. ഇനി രണ്ടാമത്തത്, ഇൻ ആൻ ഓപ്പൺ ചാനൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ ഈസ് ദ ഫ്രീ സർഫസ് ഇറ്റ്സെൽഫ്. അതേ, നമ്മൾ പറഞ്ഞു ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ കോയിൻസൈഡ്സ് വിത്ത് വാട്ടർ സർഫസ്, അതായത് ഫ്രീ സർഫസ്.
അപ്പോൾ സെക്കൻഡ് പോയിൻറ്റും കറക്റ്റാണ്. മൂന്നാമത്തെ പോയിൻറ്റ്, ഫോർ എ പൈപ്പ് ആൻഡ് ഓപ്പൺ ചാനൽ ഓഫ് സോഴ്സ് ഡയമെൻഷൻ ദ ഹൈഡ്രോളിക് റേഡിയൽ ലൈൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സെയിം ഹൈറ്റ് അബോവ് ഡേറ്റം. അതെ, പൈപ്പിലായാലും ഓപ്പൺ ചാനൽ ഫ്ലോയിലായാലും ഹൈഡ്രോളിക് റേഡിയൽ ലൈൻ സെയിം ഹൈറ്റ് ആണല്ലോ. കാരണം എന്താണ്, ആ ഹൈറ്റ് എന്ന് പറയുന്നത് P/ρg പ്ലസ് നമ്മുടെ പീസോമെട്രിക് ഹെഡ് P/ρg പ്ലസ് ഇസഡ് രണ്ടിലായാലും സെയിം ആണ്. അപ്പോൾ അതും കറക്റ്റാണ്. എനർജി ഗ്രേഡിയൻ ലൈൻ ഓഫ് ആൻ ഓപ്പൺ ചാനൽ ഈസ് ഓൾവേസ് ഹൊറിസോണ്ടൽ. അങ്ങനെ പറയാൻ പറ്റില്ല. ഐഡിയൽ ഫ്ലോയിൽ മാത്രമേ നമ്മുടെ ലോസസ് ഇല്ലാതെ ഉള്ളൂ. റിയൽ ഫ്ലൂയിഡിലാവുമ്പോൾ അവിടെ എനർജി ലോസസ് ഉണ്ടാവും. അപ്പോൾ ഇതെന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് ആൻസർ 1, 2 and 3. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.